Hi students, good morning. Welcome back to my video class. Today discuss second main topic. What is the second main topic? Parallel lines already division is over. Second topic, triangle division. Triangle division depend on parallel division. Parallel lines divisions. നമുക്ക് ഒരു ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ഡിവിഷനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ABC എന്ന ട്രയാങ്കിൾ വരച്ചു. ഇത് 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അതിനെ ഞാൻ 1 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഇതേമാതിരി ഡിവൈഡ് ചെയ്യാണ്. 1.5ഉം ഇത് 3 സെന്റിമീറ്റർ ടോട്ടൽ 4 ആയിരുന്നു. 4.5 ആയിരുന്നു. ഇവിടെ 1.5ലും 3 സെന്റിമീറ്ററിലും ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലൈൻസ് ജോയിൻ ചെയ്ത് നോക്കാം. ഈ ലൈൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? അതാണ് നമ്മുടെ ഈ അടുത്ത മെയിൻ ടോപ്പിക്. നമുക്ക് ഇതിന്റെ റേഷ്യോ നോക്കാം. 1:2. അതായത് PQ എന്ന സൈഡാണ്, PQ എന്ന പോയിന്റ്സ് ആണെങ്കിൽ PC is to PA 1:2ലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അതുപോലെ QC is to QB 1.5:3 നമ്മൾ ഇതിൽ രണ്ടിലും പോണതാണ് 1.5. 1.5ല് 1 ടൈംസും 3ല് 1.5 എത്ര ഉണ്ടാവും? 2 ആണ്. അപ്പം സൈഡ്സ് റേഷ്യോ എന്തായി? ഈക്വൽ. അപ്പം നമ്മൾ പഠിച്ചു ലൈൻസിന്റെ റേഷ്യോ സെയിം ആണെങ്കിൽ ആ ലൈൻസിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ഈ രണ്ട് ലൈന്, ഇവിടെ ഒരു ലൈൻ കൂടി നമുക്ക് ആണെന്ന് വിചാരിക്കാം. ഇവിടെ തേർഡ് ലൈൻ ഉണ്ട് ടോപ്പ് വെർട്ടെക്സിൽ, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. അങ്ങനെ 3 ലൈനിന്റെ പ്രത്യേകത എന്തായിരിക്കും? PQ എന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുക. AB എന്ന ലൈന് സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. ഈ 3 ലൈനിനെയും ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്താണ് PC PA 1:2. അതേമാതിരി 3 പാരലൽ ലൈൻസിന് തന്നെ കട്ട് ചെയ്താണ് QC × QB 1:1.5ഉം 3 ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1:2 കിട്ടി. അപ്പൊ നിങ്ങൾ പഠിച്ചതാണല്ലോ പാരലൽ ഡിവിഷൻ. എന്താ പഠിച്ചത്? റേഷ്യോ, സൈഡ്സ് റേഷ്യോ ഈക്വൽ ആണ്. അതായത് 2 ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന റേഷ്യോ ഈക്വൽ ആണ്. റേഷ്യോ ഈക്വൽ ആവും എപ്പം? ഇത് 3ഉം പാരലായിട്ട് വരച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇൻ എനി ട്രയാങ്കിൾ ലൈൻ ഡ്രോൺ പാരലൽ ടു എ സൈഡ്, ഇതിനിങ്ങനെ പാരലായിട്ട് സൈഡ്സ് ഇങ്ങനെ ഈ തേർഡ് സൈഡ് പാരലായിട്ട് PQയിലൂടെ ഇതിലൂടെ ഒരു പാരലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ കട്ട് ദ അതർ 2 സൈഡ്സ്, ഈ 2 സൈഡ്സും റേഷ്യോ നോക്കിയാൽ എന്തായിരിക്കും വരുന്നത്? സെയിം ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇത് പ്രൂവ് ചെയ്തു. സൈഡ്സിന്റെ റേഷ്യോ സെയിം ആയതുകൊണ്ട് ഇവിടെ എന്ത് മനസ്സിലായി? A line which divides the 2 sides of a triangle in the same ratio. ഈ സൈഡ് 1:2 ആണ്, അതേമാതിരി ഈ സൈഡും 1:2 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? നമ്മൾ റേഷ്യോ പാരലൽ ടു ദ തേർഡ് സൈഡ്, ഈ സൈഡിന് പാരലായിരിക്കും ഈ. അങ്ങനെ നമ്മൾ ഈ പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യം പറഞ്ഞു ABക്ക് പാരലായിട്ടാണ് PQയും സിയിലൂടെ ലൈൻ വരച്ചതെങ്കിൽ ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും? ചെയ്തു നോക്കിയപ്പോൾ നമുക്ക് 1:2 കിട്ടി, ഇതിന്റെയും 1:2 കിട്ടി. അപ്പൊ നമുക്ക് അത് എന്തായി മാറി? സൈഡ്സ് റേഷ്യോ സെയിം ആവും. സെയിം ആണെങ്കിൽ അത് എന്തായിരിക്കണം? പാരലായിരിക്കണം. അപ്പൊ രണ്ടെന്നും കൂടെ അതാണ് പറഞ്ഞത്. ആദ്യം റേഷ്യോ സെയിം ആണെങ്കിൽ, ലൈൻ പാരലൽ ആണെങ്കിൽ റേഷ്യോ സെയിം ആവും. റേഷ്യോ സെയിം ആണെങ്കിൽ, സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണെങ്കിൽ ലൈൻസ് എന്തായിരിക്കും? തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ സെയിം ആണെങ്കിൽ ആ ലൈൻ എന്തായിരിക്കും? തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അതായത് റേഷ്യോ സെയിം ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് PQ എന്തായിരിക്കും? ABക്ക് പാരലൽ. അപ്പൊ ഈ പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്.
ഇനി വേണമെങ്കിൽ വീണ്ടും വേറൊരു ചിത്രം വരച്ചു നോക്കുക. വരച്ചു നോക്കിയിട്ട് ഇവിടെയുള്ള മെഷർമെന്റ് റേഷ്യോ സെയിം ആവുന്ന രീതിയിൽ ചിത്രം വരയ്ക്കുക. നിങ്ങളുടെ റേഷ്യോ കണ്ടുപിടിച്ച് നോക്കുക. റേഷ്യോ കണ്ടുപിടിച്ച സെയിം ആണെങ്കിൽ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതെന്തായിരിക്കും, ചിത്രത്തിൽ കണ്ടാൽ അറിയാം അതെന്തായിരിക്കും, പാരലായിരിക്കും. അപ്പോൾ ഒന്നും കൂടി പറയാം പോയിന്റ്സ്. ഇൻ എനി ട്രയാങ്കിൾ, ഇങ്ങനെ നമ്മൾ നോക്കൊന്നും വേണ്ട, ഒരു ട്രയാങ്കിൾ വരച്ചു. ആ ലൈൻ ഡ്രോൺ പാരലൽ ടു ദ സൈഡ്, അതായത് ഒരു സൈഡിനെ പാരലായിട്ട് ഇങ്ങനെ വരച്ചു വിടുക. നിങ്ങൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ആ ട്രയാങ്കിൾ അങ്ങനെ വെറുതെ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. മെഷർമെന്റ് ഒക്കെ നിങ്ങൾ അളന്ന് നോക്കുക. ഇതിന് പാരലായിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം 2:3 ആണെങ്കിൽ ഈ സൈഡ് അളന്ന് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്തായിരിക്കും 2:3? കാരണം ഇതൊരു പാരലൈനായിട്ട് വെർട്ടെക്സിലൂടെ വരയ്ക്കാം. 10 ലൈൻസും പാരലായിരിക്കും. അപ്പൊ സൈഡ്സ് റേഷ്യോ എന്തായിരിക്കും? സൈഡ്സ് റേഷ്യോ ഇതിന് പാരലായിട്ട് ഇത് വരച്ചത്, അതിന് പാരലായിട്ടാണ് ഈ വെർട്ടെക്സ് കൂടെ വരച്ചത്. അപ്പൊ 3 ലൈൻസ് പാരലാണെങ്കിൽ സൈഡ്സ് റേഷ്യോ സെയിം ആകും. ഇനി തിരിച്ചത് പറയാം, സൈഡ്സ് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും? ലൈൻസും എന്തായിരിക്കും? ഈ സൈഡ് ഇതിന് തേർഡ് സൈഡിന് പാരലായിരിക്കും. അപ്പം അത് നല്ല പോലെ മനസ്സിലാക്കുക. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡ്രോൺ പാരലൽ ടു ദ സൈഡ്, ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ കട്ട് ചെയ്യുന്ന അതർ 2 സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. തിരിച്ച് കോൺവേഴ്സ്ലി a line which divides the sides of a triangle in the same ratio is parallel to the third side. ആ സെയിം റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അതായത് എ ബിക്ക് പാരലൽ ആയിട്ടായിരിക്കും ബിക്ക് ഉണ്ടാവുക. ഇവിടെ എന്തെങ്കിലും പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൈൻ ഏതിന് പാരലൽ ആയിരിക്കും? തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ സെയിം ആണെങ്കിൽ തേർഡ് സൈഡിന് പാരലായിരിക്കും. പാരലൻസ് ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കും? ട്രയാങ്കിൾ ഡിവിഷനിലെ സെയിം. ട്രയാങ്കിൾ മിഡ് പോയിന്റ്സ് ആർ ജോയിനിങ് ദാറ്റ് ടൈം ദാറ്റ് ലൈൻ ഈസ് ഹാഫ് ഓഫ് ദ തേർഡ് സൈഡ്. Therefore, one triangle. Draw one triangle. Any triangle. Then midpoint. Here A, B, C. One triangle. AB midpoint is marked P. BC midpoint Q. Therefore, joining midpoint of 2 sides. Or here also mark midpoint R. 3 midpoints of AB, BC, AC are P, Q, R respectively. ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ട്. ആ സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് പിയും ക്യൂവും ആറും ആണ് യഥാക്രമത്തിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഒരു ട്രയാങ്കിളിന്റെ ടു സൈഡ്സ് ഡിവൈഡ് ചെയ്യുന്നത് ജോയിൻ ചെയ്യും. അത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ റേഷ്യോ എന്താണ്? ഈക്വൽ ആണ്. മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1:1 ആണ്. ഇതും 1:1 ആണ്. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1:1 ആണ്. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ റേഷ്യോ സെയിം ആണെങ്കിൽ നിങ്ങൾ പഠിച്ചു. എന്താ പഠിച്ചത്? ലൈൻസ് ആർ പാരലൽ. എന്താ പഠിച്ചത്? ഈ സൈഡ്സ്, ഈ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത സൈഡ് തേർഡ് സൈഡിന് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ലെറ്റ് PQR are 3 midpoints. Midpoints of sides AB, BC and AC respectively. P, Q, R മിഡ് പോയിന്റ് ആണ്. എ ബി ബി സി എ സി റെസ്പെക്റ്റീവ്. അതിനെ സൈഡ്സിന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മിഡ് പോയിന്റ്സ് ആണ്. ഇനി ജോയിൻ ചെയ്ത പി ആർ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു? പാരലൽ ടു ബി സി ആണ്. പാരലൽ ടു ബി സി മിഡ് പോയിന്റ് ആണ്. അത് എന്തുകൊണ്ടാണ്? പി എ, പി ബി
1:1 ആണ് മിഡ് പോയിന്റ് ആയതുകൊണ്ട്. RC മിഡ് പോയിന്റ് അത് 1:1. ഇവിടെ ഡിവൈഡ് ചെയ്ത് ഈക്വൽ റേഷ്യോ ആയതുകൊണ്ട് PR പാരലൽ ടു BC. PR പാരലൽ ടു BC. അതുപോലെ അടുത്ത മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തപ്പം അവിടെ കിട്ടിയ ഇതേമാതിരി ഈ സൈഡ്സ് റേഷ്യോ മിഡ് പോയിന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, BQ QC ഈക്വൽ ആയതുകൊണ്ട് അതിന് നമുക്ക് എന്ത് കിട്ടും? മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയതുകൊണ്ട് ഇത് ഇതിന് പാരലൽ ആയിരിക്കില്ലേ? അപ്പം PQ പാരലൽ ടു AC കിട്ടി. അതേമാതിരി നമുക്ക് അടുത്ത രണ്ട് സൈഡിലും മിഡ് പോയിന്റ് ജോയിൻ ചെയ്യും. ആ സമയത്ത് കിട്ടിയത് ഏതാണ്? QR ആണ്. അത് ഏതിന് പാരലൽ ആയിരിക്കും? തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അങ്ങനെ ടു സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത ലൈൻ തേർഡ് സൈഡിന് പാരലൽ ആണ്. ഈ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് തേർഡ് സൈഡിന് പാരലൽ ആണ്. ഈ രണ്ട് മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ തേർഡ് ലൈൻ പാരലൽ. അപ്പൊ ഒക്കെ പാരലലാണ്. പാരലലാണ്. ഇതൊരു പാരലോഗ്രാം ആയില്ലേ? പാരലോഗ്രാമോ അല്ല, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരും. ഈക്വൽ ആണ്, കാരണം ഈക്വൽ ആയിട്ടല്ല കട്ട് ചെയ്ത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇത് ഈക്വൽ ആവും. ഒരു റോംബസ് ആയിട്ട് വരും. റോംബസിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യില്ലേ? അപ്പൊ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾ ആയി മാറി. അതേമാതിരി ഈ ട്രയാങ്കിൾ ഇതിനോട് ഈക്വൽ ആയി മാറും. കാരണം ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം എടുത്താലും മതി, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇതൊരു പാരലോഗ്രാം ആണെന്ന് വിചാരിക്കാം. അതിന്റെ ഡയഗണലാണിത്. അതും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ട്രയാങ്കിൾ നടുവിലത്തെ ഈ ട്രയാങ്കിളിനോട് ഈക്വൽ ആണ്. വേണമെങ്കിൽ എഴുതി വെക്കട്ടോ, ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ എഴുതി വെച്ച് പഠിക്കാം. ഈ ട്രയാങ്കിൾ ഏതിനോട് ഈക്വൽ ആണ്? കോമൺ ട്രയാങ്കിളിനോട് ഈക്വൽ ആണ്. ഇവിടെയുള്ള CRQ എന്ന ട്രയാങ്കിളും മിഡിലുള്ള ട്രയാങ്കിളിനോട് ഈക്വൽ ആണ്. അപ്പൊ ഷെയ്ഡഡ് ട്രയാങ്കിൾ വിചാരിക്കാം. ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ ഈ ട്രയാങ്കിളോട് ഈക്വൽ ആണ്. കാരണം ഒരു പാരലോഗ്രാമിന്റെ ഡയഗണലിൽ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു പാരലോഗ്രാം ആക്കി എടുക്കുകയാണെങ്കിൽ ഈ ഡയഗണൽ ഇതിന് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നത്. ഇതൊരു പാരലോഗ്രാം ആക്കി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡയഗണലും ഇതിനെ ഈക്വൽ ആക്കണം. അപ്പോൾ ഈ ട്രയാങ്കിൾ ഈ മൂന്ന് ട്രയാങ്കിളിനോട് ഈക്വൽ ആണ്. അപ്പോൾ അതിനെന്ത് മനസ്സിലായി? ഈ ട്രയാങ്കിളും എല്ലാം ഈക്വൽ ആയതുകൊണ്ട് സൈഡ്സ് ഒക്കെ ഈക്വൽ ആയി മാറിയില്ലേ? അപ്പൊ ഈ സൈഡിന്റെ ഡബിൾ ആയി മാറി. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി PR എന്തിന്റെ ഹാഫ് ആയിരിക്കും? തേർഡ് സൈഡിന്റെ ഹാഫും കൂടിയാണ്. അതായത് ഈ സൈഡ്സ് ഇതാണ്, ഇത് ഇതിനോട് ഈക്വൽ ആണ്. അപ്പൊ ഇത് ഡബിൾ ആയി മാറിയില്ലേ? അപ്പൊ ഡബിൾ ആയി മാറിയത് കൊണ്ട് എല്ലാ ട്രയാങ്കിളും ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം ഇത് രണ്ട് ട്രയാങ്കിൾ കൂടിയതായതുകൊണ്ട് തേർഡ് സൈഡ് ഡബിൾ ആയി. തേർഡ് സൈഡിന്റെ ഹാഫ് ആണ് ഇത്, അല്ലെങ്കിൽ ഈ സൈഡിന്റെ ഡബിൾ ആണ് തേർഡ് സൈഡ്. ക്ലിയർ ആയോ? അപ്പൊ അത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 5, ഇവിടെ 5, 5, 5, 5, 5. അപ്പൊ ഇവിടെ 5 ആണെങ്കിൽ ഇത് ടോട്ടൽ 10 അല്ലേ? 10 ഹാഫ് ആയിരിക്കും. അങ്ങനെ എല്ലാ സൈഡും നമുക്കറിയാം ഈ 5 ഇവിടെ ഉള്ളതിന്റെ ഹാഫ് ആയിരിക്കും. അതേമാതിരി ഈ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത സൈഡ് തേർഡ് സൈഡിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ എന്തു മനസ്സിലായി? ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എന്തും മനസ്സിലായി? തേർഡ് സൈഡിന്റെ ഹാഫും കൂടിയാണ്. പാരലൽ മാത്രമല്ല, തേർഡ് സൈഡിന്റെ ഹാഫും ആണ്. അപ്പൊ അതിന് നമുക്കൊരു പോയിന്റ് എത്താം. എ ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് തേർഡ് സൈഡ്. ഏതൊരു ട്രയാങ്കിളിന്റെ ടു സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരച്ച ആ ലൈൻ എപ്പോഴും തേർഡ് സൈഡിന് എന്തായിരിക്കും? പാരലാണെന്ന് പറയേണ്ട ആവശ്യമില്ല. പാരല് മാത്രമല്ല, അത് എന്തായിരിക്കും ചെയ്യും? ഹാഫും കൂടെ. അപ്പൊ ഇനി നിങ്ങൾ ആലോചിച്ച് വെക്കുക. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമുക്ക് പ്രൂഫ് ചെയ്യാനുള്ളത്. ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ട് പറയാം, ആ ജോയിൻ ചെയ്യുന്ന ലൈൻ
തേർഡ് സൈഡിന് പാരലൽ ആൻഡ് ഹാഫ് ആയിരിക്കും. ഹാഫ് ഓഫ് ദ തേർഡ് സൈഡ്. തേർഡ് സൈഡിന് പാരലും ആവും ഹാഫ് ആയിരിക്കും. അപ്പം എ ലെങ്ത് ഓഫ് ദ ലൈൻ ജോയിൻ ദ മിഡ് പോയിന്റ് ഓഫ് ടു സൈഡ്സ് ഈസ് ആൾവേസ് ഹാഫ് ഓഫ് ദ തേർഡ് സൈഡ് ആൻഡ് പാരലൽ ടു തേർഡ് സൈഡ്. ഹാഫ് ആൻഡ് പാരലൽ ടു ദ തേർഡ് സൈഡ്. ഹാഫ് മാത്രമല്ല പാരലും കൂടി ആയി.